വെയിറ്റ് ചെയ്ത് കാണുന്നതാണ്. ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഇപ്പോൾ ഓൾറെഡി ഈ ബുക്കിനകത്ത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ തന്നെ ഡ്രസ്സിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ബുക്കിനകത്ത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബുക്കിൽ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്രിപ്റ്റും പിന്നെ ഡയറക്ടർ എന്ത് പറയുന്നു എന്നുള്ളതുമാണ്. കഥാപാത്രത്തെക്കുറിച്ച്, കഥാപാത്രം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച്, ചെറിയ കാര്യങ്ങളാവാം, പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് ആക്സസറീസ് ആവാം, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബ്ലെസ് സാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നജീബ് എന്താണ്, സാറിൻ്റെ കാഴ്ചയിൽ സാറിൻ്റെ മനസ്സിലെ നജീബും സൈനുവും ഖാദിരിയും ഹക്കീമും എന്താണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിനെ ബേസായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റെഫറൻസ് എടുക്കുക, അതിന് മുകളിലോട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇതിനകത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്തുള്ള ഒരു നജീബിന്റെ വേഷം മുതൽ അവസാനം മരുഭൂമിയിൽ എത്തുമ്പോൾ ഉള്ള ഒരു വേഷം വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ വരുന്നത്? അതെ അതെ. അപ്പോൾ ഈ മരുഭൂമിയിലെ വേഷം തോന്നുന്നു എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആണല്ലോ, അത് റിപ്പീറ്റഡ് എന്നല്ല, അതായത് മെയിൻ കണ്ടിന്യൂറ്റി ഒരുപാട് നാള് യൂസ് ചെയ്യുന്നു എന്ന് അങ്ങനെ പറയാം. കണ്ടിന്യൂറ്റി കുറെ വരും. ഏകദേശം അപ്പൊ എത്ര നാള് ഈ സെയിം ഡ്രസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും രാജേഷ്? നമ്മൾ 2019 ഫസ്റ്റ് ജോർജൻ ഷെഡ്യൂൾ വരുന്നത്, 2022 അത് തീരുന്നത്. അത്രയും നാള് എപ്പോഴൊക്കെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടോ, അതിന്റെ കോപ്പികൾ നമ്മളുടെ കയ്യിലുണ്ടാവാം. കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള കോപ്പീസ് നമ്മൾ ഒരേ സാധനം തന്നെ വെവ്വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരേ കോസ്റ്റ്യൂം എത്ര നാളെന്ന് പറഞ്ഞാൽ ഈ കാലയളവ് മുഴുവൻ ഇത്രയും ഡസ്റ്റും ഡേർട്ടും എല്ലാ നമ്മൾ ഡള്ള് ചെയ്തിട്ടുള്ള അതേ കോസ്റ്റ്യൂം പുള്ളി അത്ര വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. ഓ, അത് ഓരോ തവണ ഇപ്പൊ ഇന്ന് ഷൂട്ട് കഴിഞ്ഞു, അപ്പൊ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ? ഇല്ല, കാരണം നോർമൽ കോസ്റ്റ്യൂംസ് അങ്ങനെ ചെയ്യാം, സാധാരണ ഒരു സിനിമയിൽ അങ്ങനെ ചെയ്യും. ഇത് നമ്മൾ ഇതിലുണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങളില്ല, കാലത്തിൻ്റെതായ മാറ്റങ്ങൾ, കറകൾ, അതെല്ലാം നമ്മൾ ചെയ്തതാണ്. നമ്മൾ അതെടുത്ത് വീണ്ടും കഴുകി ഫ്രഷ് ആക്കി വീണ്ടും ചെയ്യാം, അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നജീബിന്റെ അവസ്ഥ എങ്ങനെയാണോ അതിനോടൊപ്പം സഞ്ചരിച്ചു പോകുമായിരുന്നു കോസ്റ്റ്യൂമും. ഓക്കെ, ഈ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സിനിമ, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡേറ്റ് കഴിഞ്ഞാൽ ഓക്കെ പോവാം. പക്ഷേ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഫാമിലി കൂടെ കൊണ്ടുപോകാനും ഈ കരിയർ കൂടെ കൊണ്ടുപോകാനും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നമ്മൾ കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ച് ഷൂട്ടിന്റെ പ്രീ പ്രൊഡക്ഷൻ വരെയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ ആവശ്യമില്ല, ഷൂട്ട് പാക്കപ്പ് ആവുന്ന അന്ന് വരെ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എഡിറ്റിംഗ് സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും പാച്ച് ഷൂട്ട് വേണ്ടി വന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പോകേണ്ടി വരുന്നുള്ളൂ. പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈവൻ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെയല്ല, എന്താണ് ലുക്ക് ആൻഡ് ഫീൽ ഈ സിനിമയുടെ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ആൾക്കാരാണ് കോസ്റ്റ്യൂം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രൊഡക്ഷൻ സമയത്തായാലും ഭയങ്കര സെറ്റിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ അത്രത്തോളം നമ്മൾ ഇല്ല. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ എന്താണ്? ഷൂട്ട് ടൈമിൽ കംപ്ലീറ്റ്ലി അവിടെ നിൽക്കണമല്ലോ? അതെ അതെ അതെ. അപ്പോൾ എങ്ങനെ ഫാമിലിയും കരിയറും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും ചേട്ടനുമാണുള്ളത്. അവര് വയനാടാണ്, ഞാൻ കൊച്ചിയിൽ വന്നിട്ട് 10 വർഷമായി. എൻ്റെ വീട്ടുകാർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ എവിടെയുള്ളതെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ നീ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ, നീ എന്തേ വരാത്തെ, നീ എന്തേ എന്നെ വിളിക്കാതെ, ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ല. ഇനി അഥവാ അങ്ങ് ഭയങ്കരമായിട്ട് കാണാൻ തോന്നുവാണെങ്കിൽ, എനിക്ക് പോകാൻ പറ്റാത്ത സമയമാണെങ്കിൽ അവരിങ്ങോട്ട് വരും. അതുകൊണ്ട് എനിക്ക് ഈ പ്രൊഫഷനും പേഴ്സണൽ ലൈഫും അങ്ങനെ ഭയങ്കരമായ, കാരണം ഈ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഭയങ്കരമായി ഞാൻ എന്ത് ചെയ്താലും, ഒരുപക്ഷെ ഞാൻ ഇന്നിവിടെ ഇൻ്റർവ്യൂവിന് വരുമോ അത് പറയുമ്പോൾ പോലും ആ ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാധാരണ വയനാട്ടിൽ നാട്ടിൻപുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്, ഞാൻ ചെയ്ത സിനിമകൾ പോയി മാനന്തവാടിയിൽ നിന്ന് തിയേറ്ററിൽ കാണുന്ന ഇഷ്ടമാണ്, എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നാൽ അതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ട് കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.